ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലോൺ മസ്കിൻ്റെ ട്വിറ്ററിന് കോമ്പറ്റീറ്ററായിട്ട് ഇപ്പോൾ മാർക്ക് സുക്കർബർഗ് ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷന് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് ട്വിറ്ററിന് സമാനമായിട്ട് അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷന്. ഇത് മാർക്ക് സുക്കർബർഗിൻ്റെ മെറ്റ എന്ന കമ്പനിയുടെ കീഴിൽ വരുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലത്തെ പുതിയൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷന് മെറ്റയുടെ കീഴിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷന് ട്വിറ്ററിൻ്റെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷന് പുതിയൊരു ടെക്സ്റ്റ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വെരിഫൈ ബാഡ്ജ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ത്രെഡ്സ് ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈലിലേക്ക് വെരിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്ക് ഈ ത്രെഡ്സ് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 500ഓളം ലെങ്ത്തുള്ള ടെക്സ്റ്റുകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക് തുടങ്ങിയ എല്ലാ മീഡിയ ഫയൽസ് പോസ്റ്റുകളൊക്കെ ഇതിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. 100ഓളം രാജ്യങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ എൻ്റെ ത്രെഡ്സ് അക്കൗണ്ട് ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു ത്രെഡ്സ് ആപ്ലിക്കേഷന് ലോഞ്ച് ചെയ്തിട്ട് വെറും 1 മണിക്കൂറിനുള്ളിൽ 1 കോടിയോളം ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാം. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഈ ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ ഓപ്പൺ ചെയ്തിട്ട് അവിടെ സെർച്ച് ബാറിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടില്ല, വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കും കിട്ടുക. കാരണം ഇതൊരു പുതിയൊരു ആപ്ലിക്കേഷനായി ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ അത് സെർച്ചിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടുന്ന് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. 72 MB സൈസാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് താഴെ ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ സ്വിച്ച് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പേജിൽ താഴെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ചോദിക്കുന്ന നമ്മുടെ പേര്, മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിലൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അന്നേരം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒരു റിക്വസ്റ്റ് പെർമിഷൻ അപ്രൂവ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അത് അപ്രൂവ് ചെയ്യുക. അപ്പോൾ അത് പ്രൊഫൈൽ എന്ന ഇങ്ങനൊരു പേജിലേക്ക് എത്തും. ഇവിടെ താഴെ ഇമ്പോർട്ട് ഫ്രം ഇൻസ്റ്റാഗ്രാം എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിലേക്ക് കണക്ട് ആവും. ശേഷം വരുന്ന ഭാഗത്ത് താഴെ കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി നമുക്ക് പബ്ലിക്കോ പ്രൈവറ്റോ ആക്കാം. ഞാനിവിടെ പബ്ലിക് ആക്കുന്നു. ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വരുന്ന പേജിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ള സെയിം ഫോളോവേഴ്സിനെ നമുക്കിവിടെ കാണാം. അതായത് നമ്മുടെ ഫ്രണ്ട്സിന് അവരൊക്കെ നമുക്കിവിടെ ഫോളോ ചെയ്യാം. അങ്ങനെ അവരെ ഫോളോ ചെയ്തതിനു ശേഷം അടുത്ത പേജിൽ താഴെ ജോയിൻ ത്രെഡ്സ് എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ്സ് എന്ന ആപ്ലിക്കേഷനിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ നമ്മുടെ ഫ്രണ്ട്സും മറ്റു ഫോളോവേഴ്സും മറ്റു ആൾക്കാരൊക്കെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് കാണാം. ആ പോസ്റ്റുകളിൽ ഇപ്പം ഞാൻ ഈ ഒരു പോസ്റ്റ് എടുത്ത് ഇവിടെ ആ പോസ്റ്റിന് നമുക്ക് ഇതുപോലെ ലവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഇപ്പം റേറ്റിറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ നമുക്ക് റീപോസ്റ്റ്, ക്യൂട്ട് അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ പോസ്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. കൂടാതെ ഇവിടെ താഴെ സെർച്ച് എന്ന ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമുക്ക് ആരുടെങ്കിലും ഇതിലെ അക്കൗണ്ട് പ്രൊഫൈലൊക്കെ നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം. പിന്നെ താഴെ പോസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ടാബ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു അറ്റാച്ച് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എന്താണ് നമ്മുടെ ഫോൺ ഗാലറിയിലുള്ളത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റ് നമുക്കിവിടെ പോസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യാം.
ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ്, ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയ എല്ലാ മീഡിയ ഫയൽസും ഇത്തരത്തിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യാം. അടുത്തത് ഇവിടെ ലവ് എന്ന ടാബ് ഉണ്ട്, അതായത് ആക്ടിവിറ്റി എന്ന ടാബ്. അവിടെ നമുക്കിവിടെ ഓൾ ഡീറ്റെയിൽസ് കാണാം. അതിൽ ഇപ്പുറത്തെ റീപ്ലൈ, മെൻഷൻ, വെരിഫൈഡ് അങ്ങനെ നമ്മുടെ പോസ്റ്റുകൾക്കും മറ്റും വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്കിവിടെ കാണാനും അറിയാനും സാധിക്കും. പിന്നെ അവസാനം താഴെ പ്രൊഫൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ എഡിറ്റ് ചെയ്തതിന് മാറ്റം വരുത്താൻ സാധിക്കും. അതുകൂടാതെ ഇവിടെ ത്രെഡ്സ് എന്ന സെക്ഷനിൽ നമ്മൾ ഇതിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് അവിടെ കാണും. അതിൻ്റെ ഇപ്പുറത്ത് റീപ്ലേസ് എന്ന സെക്ഷനിൽ നമ്മൾ ഏതെങ്കിലും പോസ്റ്റുകൾക്ക് ലൈക്ക്, കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഇതിലൂടെ ഷെയർ പ്രൊഫൈൽ എന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ത്രെഡ്സ് അക്കൗണ്ട് ലിങ്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റെവിടെയെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോ ഗ്രൂപ്പിലോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ത്രെഡ്സ് അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സിനെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. കൂടാതെ ഇവിടെ റൈറ്റ് സൈഡിലും മുകളിൽ 3 വരെ മെനു ബാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ്സ് ആപ്ലിക്കേഷൻ്റെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ മുകളിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കാം. അടുത്തത് ഇവിടെ ലെഫ്റ്റ് സൈഡിലും മുകളിൽ കാണുന്ന വേൾഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലെ പ്രൈവസി സെറ്റിംഗ്സ് ഓപ്ഷനൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം പേജിൽ വരുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കുക. അതിൻ്റെ ലൈക്ക്, വ്യൂസ്, കമൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്വിറ്ററിലൊക്കെ കാണുന്നില്ല, അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക. ട്വിറ്റർ ആപ്ലിക്കേഷനെ പോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ത്രെഡ്സ് ആപ്ലിക്കേഷനിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ത്രെഡ്സ് ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ.